പക്ഷെ യങ്കോണിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം സ്റ്റേഷൻ മാറണമെന്നാണ് പറയുന്നത്. ആ ബാക്കിൽ കാണുന്ന സ്റ്റേഷൻ പോലീസുകാർക്ക് പോലും വായ തുറന്ന് ഒരു വേർഡ് ഇംഗ്ലീഷിൽ പറയാൻ അറിഞ്ഞൂടാ. മുപ്പത്തിയൊമ്പത് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ട് മ്യാൻമാർ സിറ്റി മെട്രോപൊളിറ്റൻ ഏരിയയിലൂടെ പോകുന്ന സാറ്റലൈറ്റ് സിറ്റീസെ കണക്ട് ചെയ്യുന്ന ഏർബൻ ഏരിയസെ കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് പിടിക്കാൻ വേണ്ടി പോവാണ്. കാരണം യങ്കോണിൽ ഇങ്ങനെ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാറ്റ്ഫോം 7 പോയിട്ട് ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു യങ്കോൺ മെട്രോ സിറ്റി, അതായത് മെട്രോപൊളിറ്റൻ സിറ്റി മൊത്തമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഒരു കാര്യം അറിയോ, ഇന്ത്യയിൽ 70,000 മുകളിൽ കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് ഉണ്ട്, 7,000-ഓളം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. മ്യാൻമാറിലാകട്ടെ 10,000 കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് ഉണ്ട്, 1,000-ന് മുകളിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മണിക്കൂറിൽ മ്യാൻമാറിൻ്റെ കൾച്ചറും ഡൈവേഴ്സ് ആയിട്ടുള്ള മ്യാൻമാർ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഒരു ലൂപ്പ് ട്രെയിനിൽ, കമ്മ്യൂട്ടർ ട്രെയിനിൽ പോവാന്നുള്ളത്. വളരെ ലോക്കൽസ് മാത്രം യാത്ര ചെയ്യുന്ന, വളരെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ മാത്രം യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ്. നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന ട്രെയിൻ സിസ്റ്റം പോലെ തന്നെയാണ്. ബ്രിട്ടീഷ് ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെയിൻ സിസ്റ്റമാണ്. ഇന്ത്യയിൽ ഒരുപാട് വളർന്നു, പക്ഷേ മ്യാൻമാറിൽ ഇപ്പോഴും അത് ബ്രിട്ടീഷുകാർ എവിടെ നിർത്തിപ്പോയോ അവിടെ തന്നെയാണ്. മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ, എക്സ്പാൻഷൻ വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴും ഒരുപാട് ലോക്കൽസ് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂട്ടർ ട്രെയിനാണ് ഇവിടുത്തെ ഈ ഒരു ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എമ്യൂണിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ്. മൺസൂൺ കാലത്തിലാണെങ്കിൽ പിന്നെ പറയും വേണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇവിടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആളുകളോട് ട്രെയിൻ സ്റ്റേഷൻ ചോദിച്ചാൽ പോലും ആർക്കും അറിഞ്ഞൂടാ. ഇവിടുത്തെ ഏറ്റവും വലിയ ട്രെയിൻ സ്റ്റേഷനാണ്, എന്നിട്ട് പോലും ആർക്കും അറിഞ്ഞൂടാ. അത് പോട്ടെ, ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 7 നമ്മളെ ഈ ലൂപ്പ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. എൻ്റെ ഒരു നോളജിൽ തായ്ലാൻഡായിട്ട് മാത്രമാണ് മ്യാൻമാറിന് ഇൻ്റർ കൺട്രി റെയിൽവേ കണക്ഷൻ ഉള്ളത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇന്ന് 15 സ്റ്റേഷനിൽ മാത്രമേ പോകുന്നുള്ളൂ, ഞായറാഴ്ച ആയതുകൊണ്ട്. നോർമലി 39 സ്റ്റേഷൻസിൽ പോകും, ചുറ്റും കറങ്ങിയിട്ട് തിരിച്ച് അവിടെ തന്നെ വരും. സർക്കുലർ ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതില്ല. ഒരാൾക്ക് 200 ചാർട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമായ പൈസ മാത്രമേ വരുന്നുള്ളൂ. 200 എന്നൊക്കെ പറയുമ്പോൾ 30 രൂപ 40 രൂപ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് 15 സ്റ്റേഷനിലൂടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ട്രെയിൻ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായിട്ടോ. പിന്നെ എന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു. അവളുടെ അടുത്ത് അവൾ സ്ട്രീറ്റ് വെണ്ടറാണ്. അവളുടെ അടുത്ത് കുറച്ച് ബലൂൺസും ടോയ്സൊക്കെ ഉണ്ട്. എനിക്ക് സങ്കടം തോന്നി, പഠിക്കേണ്ട പ്രായത്തിൽ എന്ത് ചെയ്യാൻ, അവരുടെ സാഹചര്യം നമുക്ക് അറിഞ്ഞോണ്ടല്ലോ. എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ടോയ് വാങ്ങി. ബേസിക്കലി എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതൊന്നും. എന്തായാലും വാങ്ങി. അവളെ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഇനി ഞാൻ ട്രെയിനിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിങ്ങൾക്ക് കാണിച്ചിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ട് പരിചയിച്ച ട്രെയിനിൻ്റെ രൂപവും ഭാവവും ഒക്കെ തന്നെ. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ ഈ കമ്പി ജനവാതിലൊക്കെ കണ്ടില്ല, അതിൽ കമ്പികളില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോൾ ജപ്പാൻ പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എന്നിട്ട് കൂടിയും ഇവിടെ ഇപ്പം മൺസൂൺ വന്നു കഴിഞ്ഞാലും പല മഴ ടൈമിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈവൻ പാസഞ്ചറും അതേപോലെ നമ്മളെ ലഗേജും ഗുഡ്സിനൊക്കെ ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷൻസും ട്രെയിനൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ട്രെയിനിൽ ബോർഡ് ചെയ്തു. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെ തന്നെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഡിസൈനിലും ഇരിക്കുന്ന സ്ഥലത്തും. വിൻഡോസിലൊക്കെ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഒരു മെട്രോൻ്റെ ഒരു ചെറിയൊരു ഫീൽ ഉണ്ട് ഉൾഭാഗത്ത്, പക്ഷേ വൃത്തി കണക്കന്നെ. പിന്നെ അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള യാത്രയായിരുന്നു. എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ് ഒറ്റയ്ക്കുള്ള ഈ യാത്രകളിൽ സഹയാത്രികരെ നോക്കിയിട്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ട് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരോട് ചിരിച്ചും അവരോട് കാര്യങ്ങൾ എൻക്വയറി ചെയ്തും ഈവൻ ലാംഗ്വേജ് പോലും അറിയാതെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ഒറ്റയ്ക്ക് പോകാമെന്നുള്ളത് എന്തൊരു ഫീലിംഗ് ആണെന്നറിയോ. നമ്മളറിയാത്തൊരു രാജ്യത്ത് നമ്മൾ ഒറ്റയ്ക്ക് ചുറ്റും നോക്കുക, നമ്മളറിയാത്ത നമ്മളാർക്കും അറിഞ്ഞൂടെ അവിടെ എന്ത് രസമുള്ള യാത്രയാണെന്നറിയോ. അപ്പോഴെനിക്ക് മനസ്സിലായത് ഒരു തമിഴ് ഫാമിലി, ഒരു ഭർത്താവും ഭാര്യയും ഞാൻ കണ്ടുട്ടോ. അവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. എന്തായാലും അവരെന്താ ചെയ്യുന്നുള്ള പരിചയപ്പെടുത്തരാം. നാം വന്നത് മലയാളത്തിൽ தான் சொல்லுவேன்.
ഇവിടെ 2 ആൾക്കാരുണ്ട്, 2 പേരും തമിഴിയൻസ് ആണ്. 2 ലക്ഷം തമിഴിയൻസ് ഇവിടെ ബർമയിലുണ്ട്. ഇത് റാക്കമ്മ, ഇത് വന്ന് സംഗയ്യ. ഇവര് ഇവിടെ ജനിച്ചത് തന്നെ ഇവിടെയാണ്. തമിഴിയൻസ് ആണ്, ബർമയിൽ വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ്. ഇവർ ഇന്ത്യയിൽ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഈ വർഷം വന്ന് ബീഹാർ നേരെ പോയിട്ടിരിക്കാൻ അവിടെയാ. അപ്പോൾ ഓക്കെ, അവർ ഇന്ത്യക്കാരാണ്, ഈ ഭാര്യയും ഭർത്താവും. അവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജും തമിഴ്, ഇന്ത്യൻ ലാംഗ്വേജാണ്. പക്ഷേ അവരുടെ ജീവിതം വേറൊരു രാജ്യത്താണ്. ഇതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു കപ്പിൾസിനെ കാണിച്ചു തരാം. വളരെ ലവബിൾ ആയിട്ടുള്ള, ഓൾഡ് ആയിട്ടുള്ള, വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന 2 കപ്പിൾസ്. ഇത് പറയാനുള്ള കാരണം ഇതിൽ ആൻറ്റി ബ്ലൈൻഡാണ്. ആ ചുവപ്പ് ഡ്രസ്സിട്ടുള്ള ആൻറ്റി ബ്ലൈൻഡാണ്. പക്ഷേ ആ ആൻറ്റിയെ ട്രെയിനിൽ കയറ്റുന്നത് മുതൽ ആ സീറ്റിൽ ഇരുത്തുന്നത് വരെ ആ അങ്കിളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഐ അസ്യൂം ദാറ്റ് ഇറ്റ്സ് ഹെർ പാർട്ട്ണർ. എന്തായാലും ഈ ഒരു പ്രായത്തിലും ആ അങ്കിള് ആ ആൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഇപ്പോഴും ഒരുപാട് നന്മയുള്ള, സ്നേഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡിവോഴ്സിന് വേണ്ടി പോകുമ്പം ഇങ്ങനെ ഈ പഴയ ജനറേഷനിലുള്ള ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു അല്ലേ. എത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും ആ ആൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഐക്കോണിക് ആയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ്. ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ച ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുള്ളതെന്നുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മ്യാൻമാറിലാണ്. അത്രയും കൺജസ്റ്റഡ് ആണ്. ആ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ പല ഗ്രോസറി ഐറ്റംസ് വിൽക്കുന്നുണ്ട്. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ലൂപ്പ് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല സ്റ്റേഷനിൽ പല സാധനങ്ങളായിട്ട് പല ആളുകൾ കയറുകയാണ്. അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഭയങ്കര രസമാണ്. അങ്ങനെ എൻ്റെ ട്രെയിൻ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. എനിക്ക് ചുറ്റുമുള്ള പല പല ജീവിതങ്ങളെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് നല്ല വിശപ്പ് തോന്നി. അടുത്ത സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് ഞാൻ ഉറപ്പിച്ചു കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന, എന്തായാലും പുറത്തുനിന്ന് വേറെ വല്ലാണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങാം. അതാണ് എൻ്റെ പ്ലാൻ. എന്ത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. അങ്ങനെ ഗ്രേപ്സ് ഞാൻ വാങ്ങിയിട്ടോ, ഒരു കുപ്പി വെള്ളവും വാങ്ങി. എന്നിട്ട് കഴുകി. കാരണം ഒരുപാട് പൊടിയിലൊക്കെ കിടക്കുന്നതാണല്ലോ, അപ്പോൾ എന്തായാലും കഴുകണം. എപ്പോഴും നമ്മൾ എബ്രോഡ് പോകുമ്പോൾ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വാങ്ങുക. എസ്പെഷ്യലി മ്യാൻമാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വയറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. സോ ഓൾവേസ് ബി കെയർഫുൾ ആൻഡ് ബൈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എൻ്റെ അടുത്ത് കുറേ ആൻറ്റിമാർ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഫ്രൂട്ട്സിൻ്റെ ആൾ പോയി കഴിഞ്ഞപ്പോൾ വേറൊരു ആൻറ്റി വന്നിട്ടോ. എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തിട്ട് ആ ഒരു കൺജസ്റ്റഡ് അവസ്ഥയിൽ ആ നടുവിലിരുന്ന് ഒരു അസിസ്റ്റൻറ്റും ഉണ്ട്. അവർ ക്യാഷ് വാങ്ങുന്നുണ്ട്. ഈ ആൻറ്റി ഒരു പ്രത്യേക പ്രിപ്പറേഷനാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും വാങ്ങുന്നുണ്ട്. അവരുടെ എന്തോ ഒരു യുണീക്ക് ഫുഡാണ്. ഡെഫിനറ്റ്ലി നമുക്ക് തോന്നുമ്പോൾ നൂഡിൽസ് ആയിട്ട് തോന്നാം, പക്ഷേ അതിൽ എന്തൊക്കെയോ ആഡ് ഓൺസ് ഉണ്ട്. അതിന് വൻ ഡിമാൻഡാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ആൻറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിയില്ല ഫുഡ്, പക്ഷേ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ വേണ്ടി നിശ്ചയിച്ചു. പക്ഷെ അവർ എന്തോ ഭയങ്കര ഫാസ്റ്റാണ്, എന്തോ ആരും പേടിക്കണമെന്ന് തോന്നുന്നു. സംഭവം മനസ്സിലായോ? ടിടിനെയാണ് പേടിച്ചത്. അവർ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്ത് പോകാനുള്ള കാരണം ടിടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈവൻ നമ്മുടെ നാട്ടിൽ ലോക്കൽ ട്രെയിനിൽ ടിടി കയറുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ ലോക്കൽ ട്രെയിനിൽ ഈ ടിടി കയറിയിട്ട് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരുടെ അടുത്തും ടിക്കറ്റ് വാങ്ങി ചെക്ക് ചെയ്യുന്നുള്ളത് എന്തോ ഒരു ഭയങ്കര കൗതുക സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ കാണുമ്പോൾ. ട്രെയിനാണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം തിരിച്ച് ആ ട്രെയിന് ഒരു ഡെസ്റ്റിനേഷൻ തിരിച്ച് വന്നു. പക്ഷെ യങ്കോണിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം സ്റ്റേഷൻ മാറണമെന്നാണ് പറയുന്നത്. ആ ബാക്കിൽ കാണുന്ന സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ട് വേറൊരു സ്റ്റേഷനിൽ എത്തിയിട്ട് ആ സ്റ്റേഷനിൽ നിന്ന് പുതിയൊരു ട്രെയിൻ കയറണമെന്നാണ് പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കുറേ കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിമാണിത്. നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിൻലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ സ്പോർട്സാണ് മ്യാൻമാറിൻ്റെ. കൈകൊണ്ട് തൊടാതെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ പാസ് ടൈമിന് വേണ്ടി കളിക്കാം. പക്ഷെ നല്ല കോൺസെൻട്രേഷനും സ്കില്ലും വേണം. കാരണം കൈ ഇടാൻ പാടില്ല. ഈ ബോൾ കാല് കൊണ്ട് പാസ് ചെയ്യണം. ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. 5-6 ആളുകൾ മാത്രമേ ഈ കളിയിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് നല്ലൊരു സ്കില്ലിഷ് ഗെയിമായിട്ട് തോന്നിയിട്ടോ. ജസ്റ്റ് യൂസിങ് യുവർ ലെഗ്സ്. ചൈനോ നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ച് നോക്കും, വളരെ രസമുള്ള സംഭവമാണ്. സോഫാർ ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ച് കൂടുതലായി പോയി ടൈം. 14 സ്റ്റേഷനുള്ളൂവെങ്കിലും ഇതിനൊരു ഫുൾ ഡേ വേണ്ടി വരും. നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചിതമായ ട്രെയിനൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ കാണുന്ന ലൈഫ് ഡിഫറെൻ്റാണ്. അവിടെ കാണുന്ന ആക്ടിവിറ്റീസ് ഡിഫറെൻ്റാണ്. അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു രീതി ഡിഫറെൻ്റാണ്. അത് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ട്രെയിൻ ജേണിൻ്റെ ഒരു ഗുണം. നിങ്ങൾ യങ്കോണിൽ വരികയാണെങ്കിൽ, അതായത് നമ്മുടെ മ്യാൻമാറിൻ്റെ യങ്കോണിൽ വരികയാണെങ്കിൽ ഈ സർക്കുലാർ ട്രെയിന്, ലൂപ്പ് ട്രെയിൻ ഒന്ന് ട്രൈ ചെയ്യണം. ശരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു പൾസ് മനസ്സിലാവും.
ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഒരു ഏവറേജ് അല്ലെങ്കിൽ ബിലോ ഏവറേജ് യംഗൂൺ മ്യാൻമാറുകാരൻ്റെ ഒരു ഡെയിലി ലൈഫ് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സർക്കുലർ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. So this is going to be my last episode in Myanmar series. I am going back to India through Bihar, Gaya. I will tell you the reason why a lot of people are traveling to Gaya, Bihar from Myanmar in some other episode. So it's time to wind up. Have a great day for all. Bye.